നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട് നമ്മൾ കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 4 കിലോമീറ്റർ അകലെയായി തേവയ്ക്കലുള്ള ഒരു വീടാണ്. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വില്ല. 4 സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1780 സ്ക്വയർ ഫീറ്റിലുള്ള 4 ബെഡ്റൂം വീട്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളും വരുന്നുണ്ട്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഈ കാണുന്നതാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പ് എലവേഷനാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം ടെക്സ്ചർ വർക്കുകൾ കാണാം. വലിയ ബാൽക്കണിയാണ് മുകൾ ഭാഗത്ത് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന റോഡ്. വലിയ 5 മീറ്റർ വിഡ്ത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ് വരുന്നത്. ഈ ഭാഗത്തെല്ലാം നിറയെ വീടുകളാണ്. ഇനി ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. 5 മീറ്റർ വിഡ്ത്താണ് റോഡിന് നൽകിയിരിക്കുന്നത്. ഇതൊരു ചെറിയ വില്ല പ്രോജക്റ്റാണ്. 8ഓളം വില്ലകളാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തുള്ള വില്ലകളെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി നമുക്ക് 3 വില്ലകൾ കൂടി ഇവിടെ സെയിലിനായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വില്ലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്ക് മതിലിൻ്റെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 2 LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. സ്ലൈഡിങ് ഗേറ്റ് ആണ് വരുന്നത്. പുറത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന, മതിലിൻ്റെ പുറത്ത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത്, കോമ്പൗണ്ടിൻ്റെ അകത്ത് കുറച്ചുകൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കയറി വരുന്നത് കാർ പോർച്ചിലേക്കാണ്. ഇതാണ് കാർ പോർച്ച്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ സ്പേസ് വീടിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കോർണറിലും ഇവിടെയും ചെറിയൊരു ഗാർഡൻ സ്പേസ് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ ഇരുവശത്തും നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ കിണർ വെള്ളമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. KWA വാട്ടർ കണക്ഷനും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വീടിൻ്റെ ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. കിണർ ഫുള്ളി കവേർഡായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ കാർ പോർച്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ഗ്ലാസ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. നീളത്തിലാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. മെയിൻ ഡോർ ഇതാണ്. തേക്കുട്ടിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. ആ തേക്കിൻ്റെ ഡിസൈൻ നമുക്ക് മനോഹരമായിട്ട് കാണാവുന്നതാണ്. വലിയ കട്ടിലകൾ കൊടുത്തിരിക്കുന്നു. കട്ടിലകളും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിലേക്കാണ് ആദ്യം നമ്മൾ കടന്നു വരുന്നത്. എൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാം TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായിട്ട് TV വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാ വീഡിയോസ് എല്ലാം വയ്ക്കാവുന്ന സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പാളികളിലെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ. ഇപ്പോൾ എല്ലാ വീടുകളുടെ ഫോൾ സീലിംഗ് വർക്കും വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിനെയും ലിവിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന ആർക്കി ഡ്രൈവാണ്. ഇവിടെയും ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. നമ്മളെ വെൽക്കം ചെയ്യുന്നത് മുകളിലേക്ക്. ഞാൻ പറയണത് ഷോർട്ട് ചെയ്യാൻ ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റുകൾ, 3 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡൈനിങ് സ്പേസിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് വരുന്നത്. എൻ്റെ പുറകിലായിട്ടൊരു ജനൽ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സൊമാനിയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടച്ച് മിററാണ് കൊടുത്തിരിക്കുന്നത്. പല കളറിലും കത്തുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ മിറർ. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടറിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും കാണാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇതാണ് കിച്ചൺ. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സജ്ജീകരിക്കാവുന്നതാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കുറേ സ്പേസുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം.
ഇവിടെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. താഴെ ഈ മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളാണ്. ഇവിടെ എല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഹാൻഡ് മെയ്ഡ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന് പുറത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. മുകളിലത്തെ നിലയിലാണ് 3 ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയാണ് വലിയ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. നോക്കിയാൽ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഓരോ പാളികളുടെ ജനലാണ് ഇവിടെ വരുന്നത്. വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് തേക്കിൻ്റെ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഹാൻഡിലുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷുള്ള ബ്ലാക്ക് കളറുള്ള ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഇതിൻ്റെ കബോർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. ഈട്ടി വുഡിൻ്റെ കളറിലാണ് ഫൈബർ ഡോർ കൊടുത്തിരിക്കുന്നത്. നേരെ കയറുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വുഡൻ ഡിസൈൻ ടൈല് വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബാത്റൂമിൻ്റെ വിശേഷം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈസറായി ടൈലാണ് വരുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. മുകളിലും പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഈ ഭാഗത്തും ഒരു ജനൽ 3 പാളി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഷാൻലിയർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് LED ലൈറ്റാണ്. മനോഹരമായിട്ടുള്ള ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് വരുന്നുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് ഈ ഭാഗം വരുന്നത്. അത് നോക്കിയാൽ അറിയാം, എൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്കുകൾ, പ്രൊഫൈൽ LED ലൈറ്റുകളും മിൽക്കി വൈറ്റ് LED ലൈറ്റുകളുമൊക്കെ ആയിട്ട് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് 3 ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂം എന്നൊന്നും പറയാനില്ല. ചെറിയൊരു ബെഡ്റൂം, ചെറിയൊരു സ്റ്റഡി റൂം പോലത്തെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നു. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നത് ഈ കാണുന്ന ഗോവണി വഴിയാണ്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബെഡ്റൂമില്ലേ, അതിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതാണ് 3 പാളി ജനൽ വരുന്നത്. 2 പാളി ജനലുകൾ 2 സൈഡിലുമായിട്ട് വരുന്നുണ്ട്. ഇവിടെ വാർഡ്രോബ് വരുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് സെയിം തന്നെയാണ്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സോസ്റ്റ് പുറത്തേക്കുള്ള വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള എക്സോസ്റ്റ് ഫാൻ. ഇവിടെ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനമാണ്. സെൻട്രൽ ഭാഗത്ത് ഷവർ. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. ഇനി നമ്മൾ പോകുന്നത് അവസാനത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ബെഡ്റൂം. കാണുമ്പോൾ അറിയാം, എല്ലാ ബെഡ്റൂമിനും 3 പാളി ജനലും ഓരോ പാളികളുള്ള 2 ജനലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ കൂടി അതിൻ്റെ ഭാഗമാണ്. മുകളിൽ ഫോൾ സീലിംഗ്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. സെയിം വലിപ്പമുള്ള ബാത്റൂമാണ്. ടൈലുകളുടെ കളറുകളിൽ മാത്രമാണ് വ്യത്യാസമുണ്ട്. ഇവിടെ ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ, കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനുമാണ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 500 മീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരിക. മനോഹരമായിട്ടുള്ള ഡിസൈനിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ലൊക്കാലിറ്റിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്.
4 സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത്. 1780 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീട്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ വിലയാണ് അവസാനം പറയാൻ പോകുന്നത്. 82 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. പക്ഷേ നെഗോഷ്യബിൾ ആണ്. കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.